ഷെയ്ഖ് നൌഫൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവൻ, ഖത്തറിലെ പ്രമുഖ വ്യവസായി. നന്മമരം ദാനം ചെയ്യുന്നത് നേരിൽ കണ്ടാൽ അതൊന്നും ആരോടും പറയാനുള്ളതല്ല, എല്ലാം പടച്ചോന്റെ കൃപയെന്ന് പുഞ്ചിരിക്കുന്ന മുഖവുമായി പറയുന്ന വ്യക്തി. അങ്ങനെ പാവങ്ങളുടെ വേദന കേട്ട് കൈയച്ച് സഹായിക്കുന്ന നല്ലവനും കാരുണ്യവാനുമായ ഖത്തർ വ്യവസായിയാകട്ടെ, ഇപ്പോൾ നമസ്കാരത്തിനായി ചെന്ന പള്ളി പരിസരത്തെ വീട്ടിൽ കയറി വിലപിടിപ്പുള്ള സ്വർണവും മറ്റും മോഷ്ടിച്ചതിന് പിടിയിലായ വാർത്തകൾ പുറത്തുവരികയാണ്. കേരളത്തിലും ബംഗാളിലുമൊക്കെ ചെന്ന് പാവങ്ങളെ അകമറിഞ്ഞ് സഹായിക്കുന്ന ലോക കള്ളനും ഉഡായിപ്പ് വീരനുമായി ഷെയ്ഖ് നൌഫൽ എന്ന പപ്പൻ നൌഫൽ പിടിയിലായതോടെയാണ് ഇത്തരം തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തുവരുന്നത്. ആളില്ലാത്ത വീടുകൾ തിരഞ്ഞെടുത്ത് മോഷ്ടിക്കുന്ന ഇയാളാകട്ടെ, സ്വർണവുമായി നേരെ വിടുന്നത് ബംഗാളിലേക്കാണ്. അവിടെ പോയി വിൽപ്പന നടത്തും. പശ്ചിമ ബംഗാളിൽ പാവങ്ങളുടെ വേദന കേട്ട് കൈയച്ച് സഹായിക്കുന്ന നല്ലവനും കാരുണ്യവാനുമായ ഒരു ഖത്തർ വ്യവസായി. ഈ പേരിലാണ് ഇയാൾ അവിടെ അറിയപ്പെടുന്നത്. പ്രായമാകട്ടെ വെറും 34 വയസ്സ്. ഇയാൾ അങ്ങാടിപ്പുറത്ത് ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട്. നൌഫൽ 2019 മുതൽക്കാണ് മോഷണ കേസുകളിൽ പ്രതിയാകുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് മോഷണം നടത്തിയതിന് പിന്നാലെ ബംഗാളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് ഇപ്പോൾ കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് ഷെയ്ഖ് നൌഫൽ പിടിയിലായത്. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് മോഷണം നടത്തിയതിന് പിന്നാലെ ബംഗാളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് ഷെയ്ഖ് നൌഫൽ പിടിയിലാകുന്നത്. പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് നൌഫലിനെ പിടിച്ചതെന്നാണ് വിവരങ്ങൾ. കൊണ്ടോട്ടി തുറക്കലിൽ വീട് കുത്തിത്തുറന്നുള്ള മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ പോലീസിനെ നൌഫലിലേക്ക് എത്തിച്ചത്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ബർദ്മാൻ ജില്ലയിലെ അതാസ്പൂരിൽ ഭൂമി വാങ്ങി ഇയാൾ ഇരുനില വീടും വെച്ചിരുന്നു. തുടർന്ന് അവിടെ കൃഷി ആരംഭിച്ചു. കൃഷിപ്പണിക്കായി ജോലിക്കെത്തിയ വിധവയായ ഒരു സ്ത്രീയെ വിവാഹവും കഴിച്ചു. ഇതോടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി. താൻ ഖത്തറിൽ വ്യവസായിയാണെന്ന് അവിടെ സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു ഇയാൾ ചെയ്തത്. ബംഗാളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഖത്തറിലേക്ക് പോകുന്നുവെന്നും കുടുംബത്തോടും നാട്ടുകാരോടും ഇയാൾ പറഞ്ഞിരുന്നു. പലതരത്തിലുള്ള ആവശ്യങ്ങൾ ചോദിച്ച് ദിവസവും ഒട്ടേറെ പേരാണ് നൌഫലിന്റെ വീട്ടിൽ എത്തിയിരുന്നത്. ആവലാതികൾ കേൾക്കുകയും അവർക്ക് ആവശ്യമായ പണം വാരിക്കോരി നൽകുകയും ചെയ്യും. ബംഗാളിൽ താമസമാക്കിയ ഇയാളാകട്ടെ പലതവണ കേരളത്തിൽ മോഷണക്കേസിൽ പിടിയിലായിട്ടുണ്ട്. മലപ്പുറത്തെ കോടതി ഇപ്പോൾ നൌഫലിനെ റിമാൻഡ് ചെയ്തു എന്നാണ് വാർത്തകൾ. നൌഫലിന് പിടിവീണതോടെ 2023 പെരിന്തൽമണ്ണയിൽ 100 പവൻ മോഷ്ടിച്ചതുൾപ്പെടെ ഒട്ടേറെ മോഷണ കേസുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2024 ഒക്ടോബറിൽ മോങ്ങത്ത് മോഷണ ശ്രമം നടത്തുന്നതിനിടെ ഗ്രഹനാഥിനെ വെട്ടിയ കേസിൽ ഉൾപ്പെടെ ഇയാൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചെന്നാണ് പോലീസ് പറയുന്നത്. അതായത് മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മുസ്ലിം പള്ളികളിൽ രാത്രി നിസ്കാരത്തിന് ഇയാൾ ചെന്നെത്തും. തുടർന്ന് പരിസരം നിരീക്ഷിക്കും. ഇതിന് പിന്നാലെയാണ് മോഷണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. മലപ്പുറം കോടതിയിലാണ് നൌഫലിനെ ഹാജരാക്കിയത്. 2024 ഒക്ടോബറിൽ മോങ്ങത്ത് മോഷണ ശ്രമത്തിനിടെ ഗ്രഹനാഥിനെ വെട്ടിയ കേസിൽ ഉൾപ്പെടെ ഇയാൾ കുറ്റക്കാരനെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങാടിപ്പുറത്ത് ഡ്രൈവറായി ജോലി ചെയ്തിട്ടുള്ള നൌഫലാകട്ടെ 2019 മുതൽക്കാണ് മോഷണ കേസുകളിൽ പ്രതിയാകുന്നത്. ആളില്ലാത്ത വീടുകൾ നോക്കിവെക്കുക, തുടർന്ന് തൊട്ടടുത്തുള്ള പള്ളികളിൽ നിസ്കരിക്കാനെത്തുക, അവിടെ നിന്ന് മോഷണം നടത്തുക, തുടർന്ന് ഈ പണവും സ്വർണവുമായി ബംഗാളിലേക്ക് പോയി അവിടെ വിൽപ്പന നടത്തി സുഖമായി ജീവിക്കുക. അവിടുന്ന് കേരളത്തിലേക്ക് തിരിക്കുമ്പോൾ താൻ ഖത്തറിലേക്കാണ് പോകുന്നു എന്നായിരിക്കും അവിടെ തെറ്റിദ്ധരിപ്പിക്കുക. 3 വർഷം മുമ്പ് കിഴക്കൻ ബർദ്മാൻ ജില്ലയിലെ അതാസ്പൂരിലാണ് ഇയാൾ ഭൂമി വാങ്ങി ഇരുനില വീട് വെച്ചത്. തുടർന്ന് കൃഷിയിടത്തിൽ ജോലിക്കെത്തിയ കുട്ടിയുള്ള വിധവയായ സ്ത്രീയെ വിവാഹം കഴിച്ച നാട്ടുകാരുടെ പ്രീതിയും പിടിച്ചുപറ്റി. ഖത്തർ വ്യവസായിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വിവിധ ആവശ്യങ്ങൾ ചോദിച്ച് ദിവസം ഒട്ടേറെ പേർ എത്തുമ്പോൾ അവർക്ക് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്യും. ആവശ്യക്കാരുടെ എല്ലാ ആവശ്യവും നന്നായി കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യും. ബംഗാളിൽ താമസമാക്കിയതിന് പിന്നാലെ പലതവണ കേരളത്തിലെത്തുമ്പോൾ ഖത്തറിലേക്ക് താൻ പോകുന്നു എന്നായിരിക്കും അറിയിക്കുക. സംഭവത്തിൽ പിടിയിലായ നൌഫലിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.